നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പാർട്ടി തന്നെ പട്ടിയാക്കി പേപ്പട്ടിയാക്കിയെന്ന് പ്രമോദ് കോട്ടുള്ളി ഇക്കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. കോഴ ഇടപാടിന്റെ പേരിൽ CPM പുറത്താക്കിയതിന് തൊട്ടുപിന്നാലെയാണ് പ്രമോദ് കോട്ടുള്ളിയുടെ ഈ വാക്കുകൾ. CPM പോലൊരു പാർട്ടി ഒരു DYFI നേതാവിനെ പാർട്ടിയിൽ നിന്ന് പുറന്തള്ളുമ്പോൾ അയാൾ പേടിച്ചരണ്ട് വീട്ടിലേക്ക് ഓടുമെന്നാണ് പാർട്ടിയും മുഹമ്മദ് റിയാസുമൊക്കെ കരുതിയത്. എന്നാൽ പാർട്ടി ഓഫീസിൽ നിന്നിറങ്ങിയ പ്രമോദ് കോട്ടുള്ളി നേരെ അമ്മയെയും മകനെയും കൂട്ടി പരാതിക്കാരൻ്റെ വീടിന് മുന്നിലെത്തി. അവിടെ അയാൾ ഒരു സമരം ആരംഭിച്ചു. അപ്രതീക്ഷിത സമരമുഖം പ്രമോദ് കോട്ടുള്ളി തുറന്നത് പാർട്ടിക്ക് നേരെ തന്നെ. പരാതിക്കാരൻ്റെ വീട്ടുമുറ്റത്താണെങ്കിലും അത് ചെന്നുകൊണ്ടത് മുഹമ്മദ് റിയാസ് അടക്കമുള്ള നേതാക്കളുടെ നെഞ്ചത്ത്. ഇതോടെ CPMൽ ഉയർന്ന കോഴ വിവാദം മറ്റൊരു തലത്തിലേക്ക് പടന്നു കയറി. കോഴ വിവാദവും അഴിമതിയുമൊക്കെ ഒരുപാട് കേട്ടിട്ടുള്ള കേരളത്തിൽ ഇതുപോലൊരു കോഴയുടെ വിചിത്ര വേർഷൻ ആദ്യമായിട്ടാവാം. പാർട്ടി കോഴ വാങ്ങി എന്നാരോപിച്ച് പ്രമോദ് കോട്ടുള്ളിയെ പുറത്താക്കുന്നു. എന്നാൽ പ്രമോദ് കോട്ടുള്ളി പറയുന്നു ആ പണം തൻ്റെ കയ്യിലില്ല, കോഴ വാങ്ങിയത് താനല്ല. പരാതിക്കാരനായ ശ്രീജിത്ത് പറയുന്നു തൻ്റെ വനിതാ ഡോക്ടറായ ഭാര്യയ്ക്ക് PSC അംഗത്വം ലഭിക്കുന്നതിനായി 22 ലക്ഷം രൂപ കോഴ കൊടുത്തു. വിവാദമായപ്പോൾ പണം തിരികെ ലഭിച്ചു. ആരുടെ കയ്യിലാണ് പണം കൊടുത്തത് എന്ന് പരാതിക്കാരൻ ഭയപ്പെട്ട് പറയുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രമോദ് കോട്ടുള്ളി ഇന്നലെ പറഞ്ഞത് കൂടുതൽ ഗൗരവത്തോടെ നമ്മൾ കാണണം. ഒരുപക്ഷെ ഞാൻ ജീവിച്ചിരിക്കുമെന്നുറപ്പില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ കേരളം ചോദിക്കുന്നത്, ആരാണ് കോഴപ്പണം കൈപ്പറ്റിയത്, ആരാണ് പണം മടക്കി കൊടുത്തത്, ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർ ആരൊക്കെയാണ്, എന്തുകൊണ്ടാണ് മുഹമ്മദ് റിയാസ് കോഴിക്കോട് കേന്ദ്രീകരിച്ച് പാർട്ടിയിൽ ഒരു മാഫിയ കോക്കസ് പ്രവർത്തിക്കുന്നുവെന്ന് വിളിച്ചു പറഞ്ഞത്, അതാരെയാണ് ഉദ്ദേശിച്ചത്? ഇപ്പോഴിതാ പ്രമോദ് കോട്ടുള്ളി അപ്രതീക്ഷിതമായി സമരരംഗത്തേക്കും നിയമ നടപടികളിലേക്കുമൊക്കെ കടന്നതോടെ പാർട്ടി തീർത്തും വിഷമവൃത്തത്തിലകപ്പെട്ടു. കോഴയാരോപണം പാർട്ടിയിൽ പുകഞ്ഞു കത്തുന്നു. കോഴിക്കോട്ടെ ഒരു വിഭാഗം നേതാക്കൾ പ്രമോദ് കോട്ടുള്ളിക്ക് പിന്നിൽ ശക്തമായി നിലകൊള്ളുന്നു. തനിക്ക് പല കാര്യങ്ങളും ഇനി തുറന്നു പറയാനുണ്ട് എന്ന് പ്രമോദ് കോട്ടുള്ളി പറയുന്നു. ആ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്താൻ താൻ ജീവിച്ചിരിക്കുമോ എന്നുറപ്പില്ല. പുറത്താക്കൽ വിവരം പുറത്തു വന്ന ഉടൻ തന്നെയാണ് അമ്മ വിശാലാക്ഷിക്കും മകൻ വിശാലിനും സുഹൃത്തുക്കൾക്കുമൊപ്പം പ്രമോദ് കോട്ടുള്ളി പരാതിക്കാരനായ ശ്രീജിത്തിന്റെ വീടിന് മുന്നിലെത്തിയത്. ഒടുവിൽ ശനിയാഴ്ച വൈകുന്നേരം 5:15 തുടങ്ങിയ സമരം അമ്മയുടെ ആരോഗ്യസ്ഥിതി പരിഗണിച്ച് 1 മണിക്കൂറിന് ശേഷം അവസാനിപ്പിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് താൻ ഏതറ്റം വരെയും പോകുമെന്നാണ് ഇപ്പോൾ പ്രമോദ് കോട്ടുള്ളിയുടെ നിലപാട്. ഇവിടെയാണ് സ്ഥിതിഗതികൾ കൂടുതൽ ഗുരുതരമാക്കുന്നത്. പ്രമോദ് കോട്ടുള്ളി നാളെ തന്നെ പോലീസിന് പരാതി നൽകും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ പോലീസ് കേസെടുക്കണം. പിണറായി വിജയന് കീഴിലുള്ള ആഭ്യന്തര വകുപ്പ് ഇക്കാര്യത്തിൽ നീതിയുക്തമായ നിലപാടെടുത്താൽ അവിടെ കുടുങ്ങുന്നതാരായിരിക്കും? അതാണ് ഏറ്റവും വലിയ ചോദ്യം. പ്രമോദ് കോട്ടുള്ളി പ്രതിയല്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. PSC അംഗത്വ പ്രശ്നം നിയമസഭയിലടക്കം ചർച്ചയ്ക്ക് വന്നിരുന്നു. അപ്പോഴൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചത് കേരളത്തിൽ പലവിധ തട്ടിപ്പുകൾ നടക്കുന്നുവെന്നാണ്. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ ഒരിക്കൽ പ്രഖ്യാപിച്ചു, ഈ കോഴയിടപാടിന് പിന്നിൽ പ്രവർത്തിച്ചവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമെന്ന്. അതിനെ തുടർന്നാണ് സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശമനുസരിച്ച് ജില്ലാ കമ്മിറ്റി ഈ നടപടികൾ സ്വീകരിച്ചത്. നടപടിയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും MV ഗോവിന്ദനും പ്രഖ്യാപിക്കുന്നു. ആ പ്രഖ്യാപനത്തിന് മുൻപ് നടന്നത് മുഹമ്മദ് റിയാസ് പാർട്ടിക്ക് നൽകിയ ഒരു പരാതിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ. പിന്നാലെ മുഹമ്മദ് റിയാസും ചില വെളിപ്പെടുത്തലുകൾ നടത്തി. ഒരു DYFI നേതാവിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് പാർട്ടി ഓഫീസ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കോക്കസിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് താൻ പരാതിയിൽ പറഞ്ഞത് എന്ന് മുഹമ്മദ് റിയാസ് ആദ്യം സൂചന നൽകി. ഇതോടെ മാധ്യമങ്ങൾ ഉണർന്ന് പ്രവർത്തിച്ചു. മുഹമ്മദ് റിയാസ് ഉന്നം വെച്ചത് പ്രമോദ് കോട്ടുള്ളിയാണ് എന്ന വിവരമാണ് പിന്നീട് പുറത്തു വന്നത്. പ്രമോദ് കോട്ടുള്ളി ആവട്ടെ വർഷങ്ങളായി മുഹമ്മദ് റിയാസിന്റെ ഏറ്റവും അടുത്തയാളും. 2 പതിറ്റാണ്ടുകളായി DYFIയിൽ പ്രവർത്തിക്കുമ്പോൾ പ്രമോദ് കോട്ടുള്ളി മുഹമ്മദ് റിയാസിന്റെ ഏറ്റവും അടുത്ത ശിങ്കിടി തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ മുഹമ്മദ് റിയാസും പ്രമോദ് കോട്ടുള്ളിയും തമ്മിൽ ആശയവിനിമയം നടത്താതെ യാതൊരുവിധ ഇടപാടുകളും കോട്ടുള്ളി നടത്തില്ല എന്ന് കോഴിക്കോട്ടെ ചില നേതാക്കൾ അടക്കം പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ ഈ കോഴയാരോപണം ഉയർന്നു കത്തിയപ്പോൾ ഒരു കോക്കസാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്, അതേക്കുറിച്ച് പാർട്ടി അന്വേഷിക്കണമെന്നാണ് മുഹമ്മദ് റിയാസ് പാർട്ടിയോട് ആവശ്യപ്പെട്ടത്. PSC അംഗത്വത്തിൻ്റെ പേരിൽ പരസ്യമായി കോഴ വാങ്ങി പ്രമോദ് കോട്ടുള്ളിയെങ്കിൽ എന്തുകൊണ്ട് ഈ പരാതി
മുഹമ്മദ് റിയാസ് പോലീസിന് കൈമാറിയില്ല. ഇവിടെയാണ് ജനങ്ങളുടെയും പാർട്ടിയിലെ ചില നേതാക്കളുടെയും ഒക്കെ ആദ്യ സംശയം. ജില്ലാ കമ്മിറ്റി യോഗത്തിന് ശേഷം ടൗൺ ഏരിയ കമ്മിറ്റി അംഗങ്ങളെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ TP രാമകൃഷ്ണൻ, PM മുഹമ്മദ് റിയാസ് എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു തുടർ ചർച്ചകൾ. അതിനെ തുടർന്നാണ് പ്രമോദ് കോട്ടുളിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. കോഴ ഇടപാടിന് പിന്നിൽ പ്രമോദ് കോട്ടുളിക്ക് പങ്കുണ്ട് എന്നും പരാതിക്കാരനിൽ നിന്ന് ആദ്യം ചെക്കായി പണം കൈപ്പറ്റിയെന്നും പിന്നീട് ചെക്ക് തിരികെ കൊടുത്ത് പണം വാങ്ങിയെന്നും പാർട്ടി വൃത്തങ്ങൾ പറയുന്നു. എന്നാൽ തൊട്ടുപിന്നാലെ പുറത്തിറങ്ങിയ P മോഹനൻ മാധ്യമങ്ങളോട് പറഞ്ഞത് കോഴ വിവാദം ഇല്ലെന്ന്. മാധ്യമങ്ങളും പ്രതിപക്ഷവും ഉയർത്തിക്കൊണ്ടുവന്ന PSCയുമായി ബന്ധപ്പെട്ട ഒരു പരാതിയും മുന്നിലില്ല എന്ന് CPM ജില്ലാ സെക്രട്ടറി P മോഹനന്റെ പ്രസ്താവന. എന്തുകൊണ്ടാണ് ഒരുവിധ പരാതിയും പാർട്ടിയുടെ മുന്നിലില്ല എന്ന് P മോഹനൻ മാധ്യമങ്ങളോട് പറഞ്ഞത്? പ്രമോദ് കോട്ടുളിയെ പുറത്താക്കിയതിന് പിന്നിൽ മുഹമ്മദ് റിയാസിന്റെ വ്യക്തിവൈരാഗ്യമാണെങ്കിൽ എന്തുകൊണ്ട് മുഹമ്മദ് റിയാസ് പ്രമോദ് കോട്ടുളിയുമായി വ്യക്തിവിരോധത്തിലാകപ്പെട്ടു? ഇവിടെയാണ് സംശയങ്ങൾ ഏറെ ബലപ്പെടുന്നത്. പ്രമോദ് കോട്ടുളിക്ക് കൃത്യമായി അറിയാം ആരാണ് പണം കൈപ്പറ്റിയതെന്ന്. എന്നാൽ ജീവനിൽ ഭയമുണ്ട് എന്ന് പ്രമോദ് കോട്ടുളി ആരെ ഉദ്ദേശിച്ചാണ് വെളിപ്പെടുത്തിയത്? താൻ നിരപരാധിയെന്ന് തെളിയിക്കാനുള്ള പോരാട്ടം തുടരുമെന്നാണ് പ്രമോദ് കോട്ടുളിയുടെ പ്രഖ്യാപനം. മുൻപ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് മനു തോമസിനെ പുറത്താക്കിയതിന് സമാനമാണ് ഇപ്പോൾ കോഴിക്കോട്ടെ സാഹചര്യവും. അതുകൊണ്ട് തന്നെ പ്രമോദ് കോട്ടുളി ഇനി എന്തൊക്കെയാവും വെളിപ്പെടുത്തലുകൾ നടത്തുകയെന്നത് കോഴിക്കോട്ടെ പാർട്ടിയുടെ നേതാക്കൾക്ക് മാത്രമല്ല സംസ്ഥാനതല നേതാക്കളെയും ഭയപ്പെടുത്തുന്നു. ശിക്ഷ വിധിക്കുമ്പോൾ തെറ്റെന്ത് എന്ന് കൃത്യമായി പറയണമെന്ന് പ്രമോദ് കോട്ടുളി പാർട്ടിയുടെ നേർക്ക് വിരൽ ചൂണ്ടി പറയുന്നു. വിശ്വസിച്ചവരാണ് അവസാനത്തുള്ളി വെള്ളത്തിൽ വിഷം കലക്കിയത്. പാർട്ടി തെറ്റിദ്ധരിക്കപ്പെട്ടുപോയോ എന്ന് പരിശോധിക്കണമെന്നാണ് കോട്ടുളിയുടെ നിലപാട്. വിശ്വസിച്ചവരാണ് അവസാനത്തുള്ളി വെള്ളത്തിൽ വിഷം ചേർത്തത് എന്ന് കോട്ടുളി പറയുന്നത് മുഹമ്മദ് റിയാസിനെ തന്നെ ഉദ്ദേശിച്ചല്ലേ? കാരണം കോട്ടുളി അഴിമതി നടത്തി എന്ന് പാർട്ടിക്ക് പരാതി നൽകിയത് മുഹമ്മദ് റിയാസ് മാത്രമാണ്. ഇനി മുതൽ ഞാൻ പാർട്ടി പ്രവർത്തകനല്ല, ഇന്ത്യൻ പൗരൻ മാത്രമാണ്. പൗരൻ എന്ന നിലയിൽ നിയമപ്രകാരമുള്ള നടപടി താൻ ആവശ്യപ്പെടും. പലരുടെയും പേര് പറയാത്തത് ഞാനല്ല, അത് പറയേണ്ടത് എന്നതുകൊണ്ട് തന്നെ പ്രമോദ് കോട്ടുളി ഭയപ്പെടുന്ന ആ പേര് പുറത്തു വരേണ്ടതുണ്ട്. ഈ പ്രശ്നത്തിൽ പ്രമോദ് കോട്ടുളിയുടെ നിരപരാധിത്വം മാത്രമല്ല, ഇത്ര വലിയ ഒരു അഴിമതിയുടെ പിന്നാമ്പുറകളിൽ പ്രവർത്തിച്ചവർ ആര് എന്ന് കൃത്യമായി കേരളത്തിനെ ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ഈ പാർട്ടിക്കുണ്ട്. പാർട്ടിയെ വരെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിവുള്ള ഒരു നേതാവ്. അതുകൊണ്ട് തന്നെയാണ് മുഹമ്മദ് റിയാസിന് നേർക്ക് പലരും വിരൽ ചൂണ്ടുന്നത്. പണം ആർക്കാണ് കൊടുത്തത്, എപ്പോഴാണ് കൊടുത്തത്, എന്നാണ് കൊടുത്തത് എന്നിവയൊക്കെ എൻ്റെ അമ്മയെ ബോധ്യപ്പെടുത്തണമെന്ന് പ്രമോദ് കോട്ടുളി പാർട്ടിയെയും പരാതിക്കാരനായ ശ്രീജിത്തിനെയും കൈചൂണ്ടി പറയുമ്പോൾ അവിടെ പരുങ്ങലിലാകുന്നത് പാർട്ടിയുടെ നിലപാട് തന്നെ. ചില BJP പ്രവർത്തകർക്കൊപ്പമാണ് പ്രമോദ് കോട്ടുളി കൈക്കൂലി വാങ്ങിയത് എന്ന് വരെ CPM പറഞ്ഞു വയ്ക്കുന്നു. എന്തുകൊണ്ടാണ് ഇത്ര വലിയ ആരോപണങ്ങൾ ഉയർത്തുമ്പോഴും ഈ പ്രശ്നം പോലീസിന് മുന്നിൽ എത്തപ്പെടാതിരിക്കാൻ പാർട്ടി ശ്രമിക്കുന്നത്? P മോഹനൻ അടക്കമുള്ള നേതാക്കൾ കോഴയിടപാടില്ല എന്ന് പറയുന്നത് ആരെ ഭയപ്പെട്ടിട്ട്? ഏത് വലിയ നേതാവ് കുടുക്കിലാകും എന്ന ഭയമാണ് CPMനെ വേട്ടയാടുന്നത്. പ്രമോദ് കോട്ടുളിയെ ബലിയാടാക്കി ചില നേതാക്കൾ ഇവിടെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുവെന്ന് ഇന്നലെ ചാനൽ ചർച്ചകളിൽ കോൺഗ്രസിന്റെ വക്താക്കൾ അടക്കമുള്ളവർ ആരോപണമുന്നയിച്ചിരുന്നു. അവർ വിരൽ ചൂണ്ടുന്നത് മുഹമ്മദ് റിയാസ് എന്ന നേതാവിന് നേർക്ക്. എല്ലാത്തിനും പ്രതികരിച്ചാൽ തനിക്ക് ജീവനുണ്ടാകില്ല എന്ന് ഭയപ്പെടുന്ന പ്രമോദ് കോട്ടുളി മുന്നിൽ ഭയപ്പെടുന്നത് ഏറ്റവും വലിയ നേതാക്കളിൽ ഒരാളെ തന്നെ. പാർട്ടിയെ ഒരു വിഭാഗം തെറ്റിദ്ധരിപ്പിച്ചു എന്ന് പറയുന്നിടത്താണ് കൂടുതൽ ഗുരുതരമാകുന്നത് പ്രശ്നങ്ങൾ. പ്രമോദ് കോട്ടുളി കോഴ വാങ്ങിയോ എന്ന് പൊതുജനങ്ങൾക്ക് ബോധ്യപ്പെടണമെന്നതാണ് പ്രമോദ് കോട്ടുളിയുടെ മറ്റൊരു നിലപാട്. PSC അംഗത്വം ലഭിക്കുന്നതിന് കോഴയായി 22 ലക്ഷം രൂപ നൽകിയെന്നും അത് പിന്നീട് തനിക്ക് തിരിച്ചു കിട്ടിയെന്നും പരാതിക്കാരൻ പറയുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ പുതുതായി പരാതി പോലീസിൽ കൊടുക്കാത്തതത്രേ. ആരാണ് ഈ പണം തിരികെ കൊടുക്കാൻ മധ്യസ്ഥത വഹിച്ചത്? ആരാണ് പണം തിരികെ കൊടുത്തത്? ഈ പ്രശ്നങ്ങൾ കൃത്യമായി കേരള സമൂഹത്തെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം പരാതിക്കാരനുണ്ട്, പാർട്ടിക്കുണ്ട്. കോഴ വിവാദം പുറത്തു വന്നതോടെ പല നാടകീയ സംഭവ വികാസങ്ങളും കോഴിക്കോട് നടന്നു. 8 മാസത്തോളമായി പരാതിക്കാരൻ പാർട്ടിയെ സമീപിച്ച് താൻ പണം നൽകി അത് തിരികെ നൽകണമെന്ന് ആവശ്യമുന്നയിച്ചിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് കോഴപ്പണം വിവാദമായതോടെ ഈ പണം പരാതിക്കാരന് മടക്കി നൽകി. മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രസ്താവന നടത്തുന്നതിന് തൊട്ടു മുൻപ് പോലീസ് എത്തി പരാതിക്കാരനിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തി.
ഇതിനർത്ഥം പരാതിക്കാരനിൽ നിന്നുള്ള മൊഴി പാർട്ടിക്ക് ദോഷകരമാവരുത്, ഈ പണം കൈപ്പറ്റിയ നേതാവിന് ദോഷകരമാവരുത് എന്നത് തന്നെ. അതുകൊണ്ട് തന്നെ മറ്റു പരാതികൾ ഉയർന്നു പൊങ്ങുന്നതിന് മുൻപ് പോലീസ് പരാതിക്കാരനെ കണ്ട് നേതാക്കളുടെ ആവശ്യപ്രകാരമുള്ള മൊഴി രേഖപ്പെടുത്തി. തനിക്ക് പരാതിയില്ല എന്ന് പരാതിക്കാരനിൽ നിന്ന് രേഖാമൂലം പോലീസ് എഴുതി വാങ്ങി. ഇത്തരമൊരു ഒത്തുതീർപ്പിന് പാർട്ടി ഇറങ്ങിത്തിരിച്ചുവെങ്കിൽ പാർട്ടിക്ക് ആരെയോ രക്ഷപ്പെടുത്താനുണ്ടായിരുന്നു എന്ന് വ്യക്തമാണ്. ആരോപണങ്ങളൊക്കെ പ്രമോദ് കോട്ടുള്ളിയുടെ തലയിൽ കെട്ടിവെച്ച് അയാളെ പട്ടിയാക്കി പേപ്പട്ടിയാക്കി പാർട്ടിയിൽ നിന്ന് തല്ലിയോടിച്ച് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനും ബോധപൂർവമായ ശ്രമങ്ങൾ നടന്നു. പരാതികൾ ഇനി ഒരു തരത്തിലും ഉയർന്നു വരില്ല എന്ന് ഉറപ്പാക്കിയതിനു ശേഷമാണ് പ്രമോദ് കോട്ടുള്ളിക്കെതിരെ നടപടിയെടുത്തത് പോലും ഈ പാർട്ടി. പാർട്ടിയുടെ പോലീസ് സ്റ്റേഷൻ, പാർട്ടിയുടെ കോടതി, പാർട്ടിയുടെ നീതിന്യായ വ്യവസ്ഥ. ഇത്ര വലിയ അഴിമതി ഉയർന്നിട്ടും അവിടെ പോലീസ് നോക്കുകുത്തി. പോലീസാവട്ടെ പരാതിക്കാരനിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തിയത് പ്രതിയെ രക്ഷിക്കാൻ. ഇവിടെ മറ്റു ചില വസ്തുതകൾ കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇക്കഴിഞ്ഞ ദിവസം കോഴിക്കോട് CPM ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്തത് PSC അംഗത്വത്തിനുള്ള കോഴയെക്കുറിച്ചല്ല, മറിച്ച് ആരോഗ്യ വകുപ്പ് കേന്ദ്രീകരിച്ച് ചില സ്ഥലം മാറ്റ പ്രശ്നങ്ങളെ സംബന്ധിച്ച്. ഈ സ്ഥലം മാറ്റങ്ങൾ പണം വാങ്ങി നടത്താൻ പ്രമോദ് കോട്ടുള്ളി ശ്രമിച്ചിരുന്നു, തൊഴിൽ തട്ടിപ്പിന്റെ വക്താവാണ് പ്രമോദ് കോട്ടുള്ളി എന്നൊക്കെ പാർട്ടി ജില്ലാ കമ്മിറ്റി ചർച്ചകൾ നടത്തി. അതുകൊണ്ട് തന്നെ PSC അംഗത്വത്തിന് പണം വാങ്ങിയത് മറ്റൊരു നേതാവാണ് എന്ന് ഭൂരിപക്ഷം CPM പ്രവർത്തകരും നേതാക്കളുമൊക്കെ ഇപ്പോൾ വിശ്വസിക്കുന്നു. PSC കോഴയാരോപണം അന്തരീക്ഷത്തിൽ അലിയിപ്പിച്ച് കളയാനാണ് ഇപ്പോൾ CPM ശ്രമിക്കുന്നത്. പ്രമോദ് കോട്ടുള്ളിക്കെതിരായ നടപടിയിൽ CPM ഇന്നലെ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ കോഴയെക്കുറിച്ച് ഒരു വരി പരാമർശവുമില്ല. നടപടി ഏത് വിഷയത്തിൽ എന്ന് പ്രസ് റിലീസിൽ പോലും പറയാനുള്ള ധൈര്യം CPMനില്ല. പാർട്ടി സൽപ്പേരിന് കളങ്കം വരുത്തിയതിനാൽ പുറത്താക്കുന്നു എന്ന് മാത്രമാണ് CPM വാർത്താക്കുറിപ്പ്. CPM കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് പ്രമോദ് കോട്ടുള്ളിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് എന്നും വാർത്താക്കുറിപ്പിൽ പറഞ്ഞിരുന്നു. PSC കോഴയല്ല, യഥാർത്ഥത്തിൽ പ്രമോദ് കോട്ടുള്ളിയെ പുറത്താക്കാനുള്ള കാരണം തൊഴിൽ തട്ടിപ്പാണ് എന്ന് ജില്ലാ കമ്മിറ്റി വിലയിരുത്തുന്നു. ഇവിടെയാണ് PSC അംഗത്വത്തിനു വേണ്ടി ലേലം വിളിച്ച് പണം വാങ്ങിയ പ്രശ്നം കൂടുതൽ ദുരൂഹതകൾക്കിടവരുത്തുന്നത്. തൊഴിൽ തട്ടിപ്പിനൊപ്പം ചില റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളും പ്രമോദ് കോട്ടുള്ളി നടത്തി എന്ന് CPM കണ്ടെത്തി. CPMന്റെ ജില്ലാ നേതൃത്വത്തിന്റെ അന്വേഷണ കമ്മിറ്റിയാണ് ഈ കണ്ടെത്തലുകൾ നടത്തിയത്. വിചിത്രമെന്ന് പറയട്ടെ, ഇക്കഴിഞ്ഞ ദിവസത്തെ ഒരു ഫേസ്ബുക്ക് കുറിപ്പിൽ പ്രമോദ് കോട്ടുള്ളി ചിലരെയൊക്കെ വെല്ലുവിളിച്ചിരുന്നു. കോഴിക്കോട് പാർട്ടി ഓഫീസുമായി ബന്ധപ്പെട്ട് നടക്കുന്ന റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളെക്കുറിച്ചുള്ള സൂചനകൾ കോട്ടുള്ളി തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞിരുന്നു. റിയൽ എസ്റ്റേറ്റ് വ്യവസായ രംഗത്തെ ഒരു പ്രമുഖനാണ് കോഴിക്കോട് പാർട്ടി ഓഫീസ് പൂർണ്ണമായി കൈയടക്കി വെച്ചിരിക്കുന്നത്. അയാളുടെ നിർദ്ദേശപ്രകാരമാണ് നേതാക്കൾ പോലും പ്രവർത്തിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇപ്പോഴും കാണാമറയത്ത് നിന്ന് പാർട്ടിയെ കാണാച്ചരടുകൾ ഉപയോഗിച്ച് നിയന്ത്രിക്കുന്ന ഈ പ്രമുഖരാരൊക്കെ? അവർക്ക് പിന്നിൽ പാവകളെപ്പോലെ പ്രവർത്തിക്കുന്ന പാർട്ടിയുടെ ഉന്നതരാരൊക്കെയാണ്? സത്യാവസ്ഥ എൻ്റെ അമ്മയെ ബോധ്യപ്പെടുത്തണം എന്ന പ്രമോദ് കോട്ടുള്ളിയുടെ വെല്ലുവിളി ഏറ്റെടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആർജവമുണ്ടോ? സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിൻ്റെ തലവനല്ലേ ഈ മുഖ്യമന്ത്രി? അവിടെ ഉയർന്നു കേട്ടത് മുഹമ്മദ് റിയാസ് എന്ന മരുമകൻ മന്ത്രിയുടെ പേരല്ലേ? മുഹമ്മദ് റിയാസിനായി കോഴ വാങ്ങി എന്ന ആരോപണമായിരുന്നല്ലോ ആദ്യഘട്ടത്തിൽ മാധ്യമങ്ങളിലൂടെ നമ്മൾ ഉയർന്നു കേട്ടത്. BJP നേതാക്കൾ വഴി ക്രമക്കേടിന് പ്രമോദ് കോട്ടുള്ളി നീക്കം നടത്തി എന്ന് CPM തന്നെ ആരോപിക്കുമ്പോൾ കോഴപ്പണം ചെക്കായും പണമായും പ്രമോദ് കൈപ്പറ്റി എന്നുകൂടി പറഞ്ഞു വെക്കുമ്പോൾ എന്തുകൊണ്ട് ഈ കേസ് പോലീസിന് കൈമാറാൻ CPM ഭയപ്പെടുന്നു? ഏറ്റവും ഒടുവിൽ ഉയർന്നു കേൾക്കുന്ന സംശയം അതുതന്നെ. ഈ പണം ആര് കൈമാറി, ആർക്ക് കൈമാറി, എന്തിന് കൈമാറി, എപ്പോൾ കൈമാറി? പ്രമോദ് കോട്ടുള്ളി തന്റെ നിരപരാധിത്വം തെളിയിക്കാനായി പോരാട്ടം തുടരുമ്പോൾ അവിടെ കൊഴിഞ്ഞു വീഴുന്നത് പാർട്ടിയുടെ വമ്പൻ നേതാക്കൾ തന്നെയായിരിക്കുമോ? ഇതിനുത്തരം വരും ദിവസങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.